പ്പോൾ തന്നെ ലോറിയുടെ മുൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ പ്രേക്ഷകരോട് വ്യക്തമായി നമുക്ക് പ്രതികരിക്കുമ്പോൾ അപകടമുണ്ടായ സമയത്ത് തന്നെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് ഫയർഫോഴ്സും JCBയും ഒക്കെ എത്തിയെന്നുള്ളതാണ്. ഒരു പക്ഷേ ഡ്രൈവർ കുടുങ്ങിപ്പോയാൽ ഡ്രൈവറെ പുറത്തെത്തിക്കുന്നതിനൊക്കെ വാഹനത്തിൻ്റെ മുൻഭാഗമൊക്കെ വെട്ടിപ്പൊളിക്കുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. അതല്ല എങ്കിൽ ഈ വാഹനം ഇടിച്ചു കയറിയപ്പോഴുണ്ടായ ഒരു ആഘാതത്തിൻ്റെ തീവ്രത അത് വ്യക്തമാക്കുന്ന ദൃശ്യം തന്നെയാണ് ലോറിയുടെ മുൻഭാഗമെന്നത്. നമുക്ക് ഉറപ്പില്ല അത് ഇടിച്ചപ്പോഴുണ്ടായതാണോ അതിനുശേഷം വെട്ടിപ്പൊളിച്ച് ഡ്രൈവറെയോ മറ്റോ പുറത്തെടുക്കാൻ നടത്തിയപ്പോഴുണ്ടായതാണോ എന്ന്. എന്താണ് അവിടെ ഈ പ്രദേശവാസികൾ അടക്കമുള്ളവരിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നീലേശ്വരത്ത് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി അടക്കം 3 പേരുടെ ജീവനെടുത്ത നടക്കുന്ന അപകടത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ തകർന്നു കിടക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡും അതിന് തൊട്ട് സമീപത്തായി ഏറെക്കുറെ പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഈ ലോറിയുമാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള ഈ ദൃക്സാക്ഷികളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള പ്രതികരണം. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു എന്ന കാര്യം അടുത്തുണ്ടായിരുന്ന ആളുകളൊക്കെ അപ്പോൾ മുതൽ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു തീവ്രത ഇങ്ങനെ കൂട്ടുന്ന തരത്തിൽ ഈ നമുക്കറിയാം ടിപ്പർ ലോറി എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാരം, അതിന്റെ വെയിറ്റ് അത് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് മറ്റ് സമാനമായ വാഹനങ്ങളെയൊക്കെ അപേക്ഷിച്ച് വലിയ കൂടുതലായിരിക്കും. അങ്ങനെ ഒരു വാഹനത്തിന്റെ ഒരു ഫ്രണ്ട് ഭാഗം പൂർണ്ണമായി തകരുന്ന തരത്തിലേക്ക് അപകടം മാറി എന്ന് പറയുമ്പോൾ എത്രമാത്രം വേഗതയിൽ വന്നാണ് ആ വാഹനം ഈ വെയിറ്റിംഗ് ഷെഡിനുള്ളിലേക്ക് ഇടിച്ച് കയറിയത് എന്നതാണ് എടുത്തു പറയുന്നത്. ഇതിലെ ഈ ടിപ്പറിനുള്ളിൽ നിറയെ മണ്ണായിരുന്നു. ആ മണ്ണ് പൂർണ്ണമായി ഈ വെയിറ്റിംഗ് ഷെഡിൽ ഉള്ളിലുണ്ടായിരുന്ന ആളുകളുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. അതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയതും. എന്തായാലും നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരുടെ വാക്കുകളിൽ തന്നെ കൃത്യമായി എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പ്രതികരണം തേടാൻ കഴിയണം. എന്തായാലും നമുക്ക് ആദ്യം ആ വാഹനം ഒന്ന് പരിശോധിക്കാം. ഇതിന്റെ പിൻഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ആ വാഹനം ഈ നിരങ്ങി നീങ്ങി ആ ഷെഡിലേക്ക് കയറുകയായിരുന്നു എന്ന് റോഡിലെ പാടുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു ആ പിൻഭാഗത്തെ ടയറൊക്കെ കാണുമ്പോൾ ഇത്രയും ലോഡുമായി വരുന്ന വണ്ടിയുടെ ടയർ കണ്ടീഷനൊക്കെ ഇങ്ങനെയാണോ വേണ്ടത്? ഇതൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമുക്ക് കുറവാണ്. എങ്കിൽ പോലും ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു തേഞ്ഞു തീരാറായ ടയറൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ 2 ടയറുകളിൽ ഒരു ടയറിനെങ്കിലും അത്യാവശ്യം ഗ്രിപ്പുണ്ടാകാറുണ്ട്. ഇത് അങ്ങനെ ആ വാഹനത്തിനും അതിൻ്റെ ഫിറ്റ്നസ്സും ഒക്കെ സംബന്ധിച്ച് നമുക്ക് സംശയങ്ങൾ തോന്നുന്ന തരത്തിലാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ പറ്റുന്നത്. ഏതാണ്ട് ഒരു 15 വർഷത്തെ പഴക്കം ഉള്ള വാഹനമാണ് എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ നിന്ന്, റവന്യൂ മറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പരിശോധനകൾ ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള വിവരം വാഹനം അമിത വേഗതയിലായിരുന്നു എന്ന കാര്യം പോലീസും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് നിയന്ത്രണം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുൻപിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ബുള്ളറ്റിനെ രക്ഷിക്കാനായി, അല്ലെങ്കിൽ ആ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ നടത്തിയ നീക്കം പെട്ടെന്ന് സൈഡ് മാറി ഈ വാഹനത്തിലേക്ക് എത്തുകയായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിലാണ് നമുക്കൊരു വ്യക്തത വരാനുള്ളത്. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണോ? ഈ അപകടം ഉണ്ടായ സമയത്ത് 3 പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ വന്നില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ 4 പേരെ എടുത്തത്. ഈ ഡ്രൈവർ ഉൾപ്പെടെ കൊണ്ടുവന്നത് മണ്ണ് മാന്തി എടുത്തത്. പിന്നെ ടിപ്പർ പിന്നെ JCB വന്നതും ഈ ലോറി നൂത്തതൊക്കെ JCB ഉണ്ട്. ഇത്രയും പൂർണ്ണമായിട്ട് തകരുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ്? അത് നമ്മൾ മറിയുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വരും ചരിഞ്ഞ് കിടക്കുമല്ലോ മണ്ണുമായിട്ട്. ഫുൾ ലോഡ് മണ്ണായിരുന്നു. കെട്ടും മറിഞ്ഞ്. ഇത് ബലമുള്ള വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നല്ലോ. വെയിറ്റിംഗ് ഷെഡല്ല, വീടിന്റെ കെട്ടാണ്. വെയിറ്റിംഗ് ഷെഡൊന്നും ഇല്ല ഇവിടെ. അവിടെ കട മാത്രമേ ഉള്ളൂ. വെയിറ്റിംഗ് ഷെഡില്ല ഇവിടെ ഇല്ല. ഈ ഭാഗത്ത് അവിടെ നിന്ന് വരുന്ന വണ്ടി കയറാൻ നിൽക്കുന്ന ജനങ്ങൾ അവിടെ വെയിലായതുകൊണ്ട് അവിടെ അയക്കുന്നത്.
കടയിൽ കയറിയിരിക്കുന്നത്. അവിടെ ഇന്നലെ അങ്ങ് മാറി മറിഞ്ഞത്. അതിന്റെ ഈ മതിൽക്കെട്ടടക്കം മറിഞ്ഞത്. ഈ 4 പേരെ എടുക്കുമ്പോൾ അതേ 3 പേര് അന്നേരം മരിച്ചു. ഒരു ക്ലീനറും ഡ്രൈവറും ജീവനുണ്ടായിരുന്നു ഞങ്ങളുടെ വരുമ്പോൾ. ഞങ്ങളുടെ നോക്കാൻ ഡ്രൈവർ പിന്നെ ഫയർഫോഴ്സ് വന്നാൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നു. അന്നേരം ജീവനുണ്ടായിരുന്നു. ഇന്നത്തെ കാര്യം അറിയത്തില്ല. എന്തായാലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് അടക്കമാണ് പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ട്. ഈ പരിശോധനകൾ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തകൃതിയായി എല്ലാ വശങ്ങളിലും നടക്കുന്നുണ്ട്. കൂടുതൽ ജനപ്രതിനിധികൾ MP ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് അല്പസമയത്തിനകം എത്തും. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം എത്തും. ആശുപത്രിയിൽ സന്ദർശിച്ചതിന് ശേഷം അവിടെ സ്ഥലത്തേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ദാരുണമായൊരു അപകടത്തിന്റെ ബാക്കി പത്രം എന്ന് പറയുന്നത് ഈ തകർന്ന തരിപ്പണമായ വാഹനവും ഈ സമീപത്തെ തകർന്നിരിക്കുന്ന ഈ ദൃശ്യം. അവിടെ നമ്മൾ നേരത്തെ ആ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വയനാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ് എന്ന് തോന്നുന്നു. KL 12 എന്ന് കണ്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ഈ ഒരു അവിടെ ആ പ്രദേശവാസി സൂചിപ്പിച്ചു അതൊരു വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നില്ല, മറിച്ച് അതൊരു ബസ് സ്റ്റോപ്പാണ്. അത് ഒരു വീടിനോട് ചേർന്നുള്ള ഭാഗം അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. KL 12 തന്നെയാണ് വാഹനത്തിൻ്റെ നമ്പറായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വയനാട് രജിസ്ട്രേഷൻ കരുനാഗപ്പള്ളിയാണ് എന്ന തരത്തിലുമൊക്കെ പറയുന്നുണ്ട്. KL 12 നമുക്ക് കാണാൻ സാധിക്കുന്നതും. യെസ്, റീ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടാകും. 16 വർഷം ആയി എന്ന് പറയുന്നു. ശരി. അപ്പോഴും ഈ നേരത്തെ ഈ കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞൊരു കാര്യം എന്നത് ഈ റൂട്ട് അങ്ങനെ തിരക്കുള്ള ഒരു റൂട്ടല്ല എന്നുള്ളതാണ്. ഈ ടിപ്പറുകൾ നിരന്തരം ഇതുവഴി കടന്നു പോകാറുണ്ടോ? അങ്ങനെ നിരന്തരമായി മണ്ണ് നിറച്ച ലോറികൾ കടന്നു പോകുന്ന ഒരു വഴിയാണോ? അത്തരം കാര്യങ്ങളിലൊക്കെ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഡാൻ? നമുക്ക് ഈ സംഭവം അറിഞ്ഞ് ഇവിടേക്ക് മറ്റ് അടുത്തുള്ള സ്ഥലങ്ങളിൽ നടക്കം എത്തിയിരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ആ വിവരങ്ങൾ തരാൻ കഴിയുന്ന ആളുകളെ അല്ലെങ്കിൽ അത്തരം ആളുകളോട് അക്കാര്യത്തിലൊരു പ്രതികരണം തേടിയിട്ടേ കാര്യമുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു നടക്കുന്ന സംഭവം അറിഞ്ഞ് സമീപ സ്ഥലങ്ങളിൽ നടക്കുന്ന നിരവധി ആളുകൾ നമുക്കറിയാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ജനപ്രവാഹം പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അപകട വാർത്ത അറിഞ്ഞത് മുതൽ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു അല്പം കൂടി കാത്തിരുന്നാൽ നമുക്കത് കൃത്യമായ വിവരങ്ങൾ തരാൻ കഴിയുന്ന ആളുകളിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ സ്ഥലത്തെ ഇത് വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നില്ല, ഒരു 3-4 വ്യാപാര സ്ഥാപനങ്ങളാണ്. അതിൽ ഒരു സ്ഥാപനത്തിനടുത്തേക്കാണ് ഈ ആളുകൾ കൂടി നിന്നിരുന്നത്. അവിടേക്കാണ് രാവിലെ 7:15 അമിത വേഗതയിലെത്തിയ ഈ ടിപ്പർ പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നോടൊപ്പം നമ്മുടെ പ്രതിനിധി വിനീഷ് കൂടി ചേരുന്നു. വിനീഷിന് ഈ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നുണ്ട്. വിനീഷ്, നമുക്ക് 7:15 അപകടം ഉണ്ടായതെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം. ഇതിലേക്ക് നയിച്ച സാഹചര്യം, ഇത് അമിത വേഗതയിലായിരുന്നു സ്ഥിരീകരിക്കുന്ന വിവരങ്ങളുണ്ട്. പക്ഷേ ഇതൊരു അപകടത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് എന്നതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമുണ്ടാകും. ഡാൻ, ഇതൊരു 7 മണിക്കായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വാഹനത്തിലായിരുന്നു. നിറയെ ലോഡുമായിട്ട് വരുമായിരുന്നു, മണ്ണുമായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഒരു 10-11 പേർ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വാഹനം വളവ് തിരിഞ്ഞാണ് എത്തിയത്. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ടവർ ആ ദിശയിൽ ഇങ്ങോട്ട് വരും. അതെ, ഇതാണ് റോഡ്. ഈ റോഡിൽ ഇങ്ങനെ അമ്പലപ്പുറം റോഡാണ്. അവിടെ നിന്നാണ് വാഹനം എത്തിയത്. എങ്ങോട്ട് പോകുമായിരുന്നു? കൊട്ടാരക്കര ഭാഗത്തേക്ക്. ഇത് കൊട്ടാരക്കര റോഡാണ്. അപ്പോൾ അമിത വേഗതയിൽ വരികയും വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടവരെ ദേഹത്തേക്ക് മറിയുകയുമായിരുന്നു. അങ്ങനെയാണ് അതിന് മുൻവശത്ത് ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു ബുള്ളറ്റ് ഓടിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ വാഹനത്തിൽ തട്ടാതിരിക്കാനായി നടത്തിയ ശ്രമമാണ് എന്ന തരത്തിലുള്ള തീർച്ചയായിട്ടും. അതായത് ബുള്ളറ്റ് അവിടെ നിന്ന് വരികയായിരുന്നു എന്നും പറയുന്നുണ്ട് ദൃക്സാക്ഷികൾ. ആ ബുള്ളറ്റ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ വാഹനത്തിൽ തട്ടാതെ വാഹനം തിരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പം എന്തായാലും വലിയൊരു ദുരന്തമായി തന്നെ മാറി എന്നുള്ളതാണ്. അതിന്റെ നടുക്കം തിരക്കുള്ള റോഡൊന്നും അല്ല, ഇതൊരു ഇട റോഡാണ് ശരിക്കും പോക്കറ്റ് റോഡാണ്. അതായത് ഇപ്പം കൊല്ലം ചെങ്കോട്ട ദേശീയപാത കടന്നു പോകുന്നു, സമാനമായ മറ്റൊരു റോഡാണ്. അപ്പോൾ തിരക്ക് ഉള്ള സമയങ്ങളിൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടാറുണ്ട് പോലീസ്. അപ്പം എന്തായാലും ഈ സമയത്ത് വലിയ തിരക്കുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. 7 മണി സമയമാണ്. എല്ലാവരും സ്കൂളുകളിലും ഒക്കെ പോകാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് ആ സമയത്താണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.